വാർത്തകളിലേക്ക് വിശദമായി. മകരവിളക്ക് ആഘോഷ നിറവിൽ ശബരിമല. 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിൽ എത്തിച്ചേരും. 6:40-നാണ് തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കുക. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. നിരവധി തീർത്ഥാടകരാണ് മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് സന്നിധാനത്ത് നിന്നും ചേരുന്നു. ഒപ്പം ശശിനാരായണൻ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. രണ്ടുപേരിലേക്കും പോകാം. ആദ്യം നമുക്കൊപ്പമുള്ളത് സുർജിത്ത് അയ്യപ്പത്താണ്. സുർജിത്ത്, ഇത്തവണ കർശനമായ കോവിഡ് നിയന്ത്രണങ്ങളിലാണ് മകരവിളക്ക് തെളിയാൻ പോകുന്നത്. ദർശനത്തിനുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? രേണുക, അസാധാരണ കാലത്താണ് ഇക്കുറി തീർത്ഥാടനം നടക്കുന്നത് എന്നുള്ളതാണ്. കോവിഡ് സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് തീർത്ഥാടനം മുന്നോട്ട് പോയത്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ മകരവിളക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് മകരവിളക്കാണ്. മകരവിളക്കിന്റെ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറക്കുന്നത് 5 മണിയാണ്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നട തുറക്കും. 5:15-നാണ് ഇവിടെ നിന്നും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിക്കാനുള്ള സംഘം ഇവിടെ നിന്നും പുറപ്പെടുക. ഇവർ ഹാരമണിഞ്ഞ ശേഷം, പൂജിച്ച ഹാരമണിഞ്ഞ ശേഷമാണ് ദേവസ്വം പ്രതിനിധികളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഭക്തജന അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള ഭക്തജന സംഘടനകളുടെ പ്രതിനിധികളും എല്ലാം തന്നെ ചേർന്ന് ഇവിടെ നിന്നും ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ശരംകുത്തിയിലേക്ക് പോകും. ഇപ്പോൾ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ശരംകുത്തിയിൽ നിന്നും 6 മണിയോടുകൂടി ഘോഷയാത്രയെ സ്വീകരിച്ച് ഇവിടേക്ക് ആനയിക്കും. 6:30-ക്കാണ് ഇവിടെ അതിനുശേഷം മഹാദീപാരാധന നടക്കുക. ഈ ഘട്ടത്തിൽ തിരുവാഭരണവുമായി എത്തുന്ന ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ നിലവിൽ സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. 18-ാം പടി കയറിയാണ് ഘോഷയാത്ര ഇവിടേക്ക് എത്തുക. കുളത്തിനാൽ ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ 12-ന് പന്തളത്ത് നിന്നും, പന്തളത്തിലെ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ച തിരുവാഭരണം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റിയ ശേഷം അവിടെ നിന്നുമാണ് തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര 12-ാം തീയതി ആരംഭിച്ചത്. തുടർന്ന് ഇന്നലെ തങ്ങിയത് ലാഹ സത്രത്തിലാണ്. സത്രത്തിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ തന്നെ പരമ്പരാഗത കാനന പാത വഴിയാണ് ഘോഷയാത്ര പ്രയാണം തുടങ്ങിയത്. ഇപ്പോൾ വലിയാനവട്ടവും ചെറിയാനവട്ടവും പിന്നിട്ട് ശബരിപീഠവും കടന്ന് ഘോഷയാത്ര ഇവിടേക്ക് കടന്നു വരികയാണ്. എന്തായാലും ശരംകുത്തിയിൽ നിന്നും ഘോഷയാത്ര സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. 18-ാം പടി പുഷ്പാലങ്കൃതമായി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും പൂർത്തിയായിരിക്കുകയാണ്. പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. താഴെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഈ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി, അത് കാണാൻ വേണ്ടി നിരവധി തീർത്ഥാടകരാണ് പലയിടങ്ങളിലായി ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. ഇക്കുറി സന്നിധാനത്ത് മാത്രമാണ് ഈ മകരവിളക്ക് ദർശനം സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും നേരത്തെയുള്ള തീർത്ഥാടന കാലത്ത് ഒരുപക്ഷെ പരുന്തുംപാറ, പുല്ലുമേട്, പാമ്പാടുംചോല, പമ്പ ഹിൽ ടോപ്പ്, നിലയ്ക്കൽ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഈ മകരജ്യോതിയും അതോടൊപ്പം തന്നെ മകരവിളക്കും ദർശിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി ഈ കോവിഡ് സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സാധ്യതകൾ മുഴുവൻ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് പോലീസും ദേവസ്വം ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ. അതുകൊണ്ട് സന്നിധാനത്ത് മാത്രമാണ് കേന്ദ്രീകരിക്കാനുള്ള അവസരം. സന്നിധാനത്ത് ഇന്ന് 5000 തീർത്ഥാടകരെ മാത്രമാണ് ഇവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 5000 തീർത്ഥാടകർക്ക് മാത്രമാണ് ഇന്ന് ദർശന സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് വന്ന തീർത്ഥാടകർ, ഉച്ചവരെ വന്ന തീർത്ഥാടകരെ എല്ലാം തന്നെ ഇവിടെ തമ്പടിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. എന്തായാലും സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം അവിടെ സന്നിധാനത്ത് പൂർണ്ണമാണ്. നമുക്ക് കാണാം, ക്ഷേത്രം പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ഇപ്പോൾ ശരംകുത്തിയിൽ നിന്ന് ശശിനാരായണൻ കൂടി ചേരുകയാണ്. ശശിനാരായണൻ, തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് സുർജിത്ത് നൽകുന്ന സൂചന. ഇനി എപ്പോഴേക്കാണ് അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് സന്നിധാനത്തേക്ക് എത്തുക? എല്ലാ ക്രമീകരണങ്ങളും എങ്ങനെയുണ്ട്? മാത്രവുമല്ല, ഇത്തവണ ഈ ഘോഷയാത്രയ്ക്ക് പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. ആ നിയന്ത്രണങ്ങൾ ഈ ഘോഷയാത്രയുടെ ശോഭ കുറയ്ക്കുന്നുണ്ടോ? രേണുക, അല്പസമയത്തിനകത്ത് മാത്രമായിരിക്കും ശരംകുത്തിയിൽ ഘോഷയാത്ര എത്തിച്ചേരുക. ശബരിപീഠത്തിലാണ് നിലവിൽ. അവിടെ നിന്നും ഘോഷയാത്ര തിരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം അല്പസമയത്തിനകം ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ വെച്ചാണ് തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘത്തിന്റെ ആളുകളും ഭക്തജനങ്ങളും കൂടി ഔദ്യോഗികമായി സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിലവിൽ അല്പസമയത്തിനകം മാത്രമായിരിക്കും ശരംകുത്തിയിൽ എത്തിച്ചേരുക. പക്ഷേ ശരംകുത്തിയിൽ ഇതിലുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി
വരികയാണ്. ഇവിടെ വെച്ച് ഔദ്യോഗികമായി ഘോഷയാത്ര സ്വീകരിക്കും. പന്തളത്ത് നിന്ന് കഴിഞ്ഞ 12-ാം തീയതി തിരിച്ച ഘോഷയാത്ര കഴിഞ്ഞ 3 ദിവസങ്ങളായി കാനനപാതയിലൂടെ സഞ്ചരിച്ചാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത്. വിവിധ സ്ഥലങ്ങളിലുള്ള സ്വീകരണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് ഇപ്രാവശ്യത്തെ തിരുവാഭരണ ഘോഷയാത്ര നടന്നത്. വലിയ ആഘോഷങ്ങളോടുകൂടി നടക്കേണ്ട ഒരു ഘോഷയാത്ര ഇപ്രാവശ്യത്തെ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. സംഘങ്ങളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായിരുന്നു. 100 പേരിലടങ്ങുന്ന സംഘമാണ് ഈ ഘോഷയാത്രയെ അനുഗമിച്ചത്. അവരെല്ലാം RT-PCR ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് വന്നത്. എന്തായാലും വലിയ ഒരു ആഘോഷമായി നടക്കുന്ന ഘോഷയാത്ര ഇപ്രാവശ്യത്തെ ഈ കോവിഡ് പ്രതിസന്ധി കാരണം വലിയ ഒരു ചുരുങ്ങിയ രീതിയിലുള്ളതാണ് ഇപ്പൊ ഘോഷയാത്ര നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനെ വെച്ച് ശരംകുത്തിയിൽ എത്തിച്ചേരും. അല്പസമയത്തിനകം ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. അവിടെ നിന്ന് ദേവസ്വം അംഗങ്ങൾ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തും. 6 മണിയോടുകൂടി സന്നിധാനത്തെത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സന്നിധാനത്തെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. അവിടെ നിന്ന് സുർജിത് അയ്യപ്പത്തും ശരംകുത്തിയിൽ നിന്ന് ശശിനാരായണനുമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ദേവസ്വം ബോർഡിനെ ഭക്തർ സഹായിക്കണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മണ്ഡല മകരവിളക്ക് കാലത്തെ ദേവസ്വം ബോർഡിന്റെ വരുമാന നഷ്ടം പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. തീർത്ഥാടന കാലത്തെ വരുമാന നഷ്ടം പരിഹരിക്കാൻ സർക്കാർ സഹായം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവും പറഞ്ഞു. മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു സാഹചര്യമുണ്ട്. അപ്പം എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് സർക്കാർ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സഹായം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. പൊതുവേ എല്ലാ മേഖലകളിലും വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ദേവസ്വത്തെയും ബാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. വലിയ നഷ്ടം തന്നെയാണ്. യഥാർത്ഥ വരുമാനം ഉണ്ടായില്ലെന്ന് വേണം പറയാനായിട്ട്. എക്സൈസ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മദ്യത്തിന് വില കൂട്ടിയത് ഡിസ്റ്റിലറി ഉടമകളുമായുള്ള ഗൂഢാലോചനയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരു മദ്യ കമ്പനിയെയും തനിക്ക് അറിയില്ലെന്നും ഒരു മദ്യ മുതലാളിയും തന്നെ വന്ന് കണ്ടിട്ടില്ലെന്നും മന്ത്രി TP രാമകൃഷ്ണൻ മറുപടി നൽകി. വില വർദ്ധിപ്പിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് യോഗമാണെന്നും UDF കാലത്തും അങ്ങനെയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. VS അനു വിവരങ്ങളുമായി ചേരുകയാണ്. അനു, എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രത്യാരോപണങ്ങൾ? രേണുക, സ്പീക്കർക്ക് രേഖാമൂലം എഴുതി നൽകിയതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇങ്ങനൊരു അഴിമതി ആരോപണം എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനെതിരെ ഉന്നയിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം മദ്യത്തിന്റെ വില കൂട്ടാനുള്ള തീരുമാനമായിരുന്നു. പ്രത്യേകിച്ച് അത് സംബന്ധിച്ച് TP രാമകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 14% വില വർധന, നേരത്തെ 7%, ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 7%, 14% വില വർധനമാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ അഴിമതി ഗൂഢാലോചനയുടെ പിറകിലുണ്ട്. AK സെന്ററിലാണ് ഇത്തരം ഒരു ഗൂഢാലോചന നടന്നത് എന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഏതാണ്ട് ഒരു വർഷം 120 കോടി രൂപയിലധികം ഈ പറയുന്ന മദ്യ മുതലാളിമാർക്ക് ലഭിക്കുന്ന ഒരു അഴിമതിയാണിത്. ഇതിന് പിന്നിൽ 100 കോടി രൂപയുടെ അഴിമതി TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഇത് പങ്കാളിയായെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ TP രാമകൃഷ്ണൻ ഉടൻ തന്നെ ഇതിന് മറുപടിയും പറഞ്ഞു. സാധാരണ ഈ മദ്യത്തിന്റെ വില കൂട്ടുന്നത് ബിവറേജസ് ഡയറക്ടർ ബോർഡ് യോഗമാണ്. അത് കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു. UDF സർക്കാരിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. അവർ നൽകുന്ന നിർദ്ദേശം നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെയും ഇത്തരത്തിൽ ആരോപണം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കൂട്ടുന്ന വിലയുടെ ഏതാണ്ട് വലിയൊരു ഭാഗവും സർക്കാരിന്റെ നികുതി ഇനത്തിൽ തിരികെ കിട്ടും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ചെന്നിത്തല വീണ്ടും വ്യക്തമാക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്നൊരു നിലപാടിലെയാണ് TP ശ്രീരാമകൃഷ്ണൻ മറുപടി പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയത്. ശരി, VS അനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.
കോവിഡ് സംസ്ഥാനത്തിന്റെ വളർച്ചയെ ഗുരുതരമായി ബാധിച്ചെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ആഭ്യന്തര ഉൽപാദനം 26% ചുരുങ്ങും. കഴിഞ്ഞ 9 മാസത്തിനിടെ 25,000 കോടി നഷ്ടം ടൂറിസം മേഖലയിലുണ്ടായി. പ്രവാസികളുടെ തിരിച്ചുവരവ് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചെന്നും നിയമസഭയിൽ വെച്ച അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ജനങ്ങളുടെ ആശ്വാസ പദ്ധതികൾക്ക് വേണ്ടി കൂടുതൽ തുക ചെലവഴിച്ചെന്നും സംസ്ഥാനത്തെ വളർച്ചാ നിരക്ക് കുറഞ്ഞെന്നും ധനമന്ത്രി തോമസ് ഐസക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2019-20 ഇന്ത്യയിലെ GDP വളർച്ച മുൻവർഷത്തെ 6.12 നിന്ന് 4.18 താഴ്ന്നു. കേരളത്തിലേത് 6.49 നിന്ന് 3.45 താഴ്ന്നു. കേരളത്തിലെ തളർച്ച കൂടുതൽ രൂക്ഷമാവുന്നതിൻ്റെ മുഖ്യ കാരണം 2018-ലും 2019-ലും ഉണ്ടായിട്ടുള്ള പ്രളയ ദുരന്തങ്ങളാണ്. അവയുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളാണ് ഇത്തരത്തിൽ സാമ്പത്തിക തിരിച്ചടിയായിട്ട് മാറിയിട്ടുള്ളത്. ഇതിൻ്റെ തെളിവ് പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും വലിയ ഇടിവുണ്ടായിട്ടുള്ളത്. കാർഷിക മേഖലയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനം 6.62% കുറയുണ്ടായി. 2012-13 മുതൽ കേരളത്തിലെ കാർഷിക മേഖലയുടെ വളർച്ച മൈനസായിരുന്നു. 2017-18 ഇതിന് വിരാമമായത്, വീണ്ടും പോസിറ്റീവായിട്ട് വളരാൻ തുടങ്ങിയത്. എന്നാൽ ഈ തുടർച്ചയായി വന്ന 2 പ്രളയങ്ങൾ കാർഷിക വളർച്ചയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ടി ജി സജിത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, പ്രളയവും കോവിഡും ഒക്കെ സാമ്പത്തിക മേഖലയെ തകർച്ചയിലേക്ക് നയിച്ചു എന്നതാണ് ധനമന്ത്രി പറയുന്നത്. അവലോകന റിപ്പോർട്ടിലും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എങ്ങനെയാണ് ധനമന്ത്രി ഇത് വിശദീകരിക്കുന്നത്? കോവിഡ് തീർച്ചയായും നമ്മുടെ സാമ്പത്തിക മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്നതാണ് ധനമന്ത്രിയുടെ വിലയിരുത്തൽ. പ്ലാനിംഗ് ബോർഡിന്റെ വിലയിരുത്തലും അതാണ്. പക്ഷേ ഔദ്യോഗികമായി ആ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. കാരണം വരുന്ന സാമ്പത്തിക വർഷത്തെ കണക്കിലായിരിക്കും അത് പ്രതിഫലിക്കുക. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി 1.65, അതായത് 1.65 ലക്ഷം കോടിയുടെ വരുമാന കുറവാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ കോവിഡ് മൂലം സംസ്ഥാനത്തുണ്ടായത്, കോവിഡ് മൂലം മാത്രം സംസ്ഥാനത്തുണ്ടായത് എന്നതാണ് വിലയിരുത്തുന്നത്. എന്തായാലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കണക്കിലെടുക്കുന്ന സാമ്പത്തിക വർഷത്തിൽ വരുമാന ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. വളർച്ച 3.45% ഇടിഞ്ഞിരിക്കുന്നത്. അതായത് ദേശീയ ശരാശരിക്കും വളരെ താഴെയാണ് സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണമായി സർക്കാർ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഉണ്ടായ പ്രളയമാണ്. 2018-19 വർഷങ്ങളിൽ 2 തവണ ഉണ്ടായ പ്രളയമാണ്. ഈ പ്രളയം സംസ്ഥാനത്തിന്റെ പൊതുവിലുള്ള വളർച്ചയെ വലിയ തരത്തിലുള്ള ബാധിച്ചിട്ടുണ്ട്. ഉൽപാദനം ഇടിഞ്ഞു. ഇതൊക്കെയാണ് ആ തരത്തിൽ പ്രതിഫലിച്ചതിന് കാരണം. ഒപ്പം മറ്റു മേഖലകളിലൊക്കെ ഈ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. പ്രവാസികളുടെ മടങ്ങിവരവ് സംസ്ഥാനത്തിന് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട്. 2018 മൈഗ്രന്റ് സർവേ പ്രകാരം തന്നെ 12 ലക്ഷത്തിലധികം ആളുകൾ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. ഇത് മൊത്തം പ്രവാസികളുടെ 60% വരുമെന്നാണ് ഈ കണക്കിൽ സൂചിപ്പിക്കുന്നത്. ഇതിനുശേഷമാണ് കോവിഡ് കാലത്തും പ്രവാസികൾ മടങ്ങിയെത്തിയത്. ഈ തരത്തിൽ നോക്കുമ്പോൾ ഗുരുതരമായ ഒരു പ്രത്യാഘാതം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായി. ഇപ്പോഴത്തെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്ന ഒരു കാര്യം, ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് മാത്രമല്ല, കോവിഡിന്റെ യഥാർത്ഥ പ്രതിഫലനം വരുന്ന സാമ്പത്തിക വർഷം, ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന കണക്കെടുപ്പിലായിരിക്കും അതിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രതിഫലനം ഉണ്ടാവുകയെന്നാണ് അനുമാനിക്കുന്നത്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റിൽ എന്ത്? സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കൊച്ചി നഗരം. നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന പദ്ധതികൾ ധനമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു. ഇതിന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മേയർ വ്യക്തമാക്കി. വൻകിട പദ്ധതികൾ ഒട്ടേറെ നടപ്പാക്കുന്ന കൊച്ചിയിൽ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം അടിസ്ഥാന സൌകര്യ വികസനമാണ്. പുതിയ റോഡുകളും നിലവിലുള്ള റോഡുകളുടെ നവീകരണവും ഉണ്ടായാൽ മാത്രമേ കൊച്ചി നഗരത്തിന് ഇനി വളർച്ച സാധ്യമാകൂ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കൊച്ചി മേയർ സമർപ്പിച്ചിരിക്കുന്നത്. തേവരയിൽ എലിവേറ്റഡ് റോഡ്, ചാത്യാത്ത് മാമംഗലം റോഡ്, ഒപ്പം മാന്ദ്ര കനാലിന്റെ വികസനം തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നു. ഞങ്ങൾ ചില കാര്യങ്ങൾ പുതിയതായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തേവരയിലേക്കുള്ളൊരു സമാന്തര റോഡാണ്. അത് റോഡല്ല, അതൊരു വലിയ, ഞാനത് വളരെ ക്ലോസായി പഠിച്ചിട്ടില്ലെങ്കിലും ശ്രീധരൻ നേതൃത്വം കൊടുത്തുകൊണ്ട് തേവര കോളേജും അവിടുത്തെ വികസന സമിതിയും സംഘടിപ്പിച്ച് ഒരു പരിപാടിയുടെ ഭാഗമായി ഉയർന്നു വന്നൊരു നിർദ്ദേശം എലിവേറ്റഡ് പാത്വേ. കാരണം തേവര വലിയ ഗതാഗത കുരുക്കലാണ്.
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റെന്ന പൊതുവിമർശനം ഉയരുമ്പോഴും കൊച്ചി നഗരത്തിന് അർഹമായ പരിഗണന ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ നഗരത്തിന്റെ വളർച്ച തന്നെയാകും ഇല്ലാതാകുക. ന്യൂസ് 18 കൊച്ചി. മദ്യമില്ലാത്ത പത്തനാപുരം. മദ്യം നിരോധിച്ച് 70 വർഷം മുൻപ് ബജറ്റ് പ്രസംഗം. തിരുവിതാംകൂറിലും കൊച്ചിയിലും നിരോധനമെന്ന് പ്രഖ്യാപനം. 1950 ബജറ്റ് അവതരിപ്പിച്ചത് A.J. ജോൺ. നിരോധനം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഓരോ താലൂക്കുകളിൽ. ആദ്യഘട്ടം തെരഞ്ഞെടുത്തത് പത്തനാപുരവും കൊടുങ്ങല്ലൂരും. ശേഷിക്കുന്നിടത്ത് മദ്യ ലൈസൻസ് ഫീസിൽ 100% വർധന. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുകയാണ്. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. ഭയക്കേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വാക്സിൻ സ്വീകരിച്ചാലും നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ തുടരണമെന്നും ആരോഗ്യവകുപ്പിന്റെ ശില്പശാലയിൽ മന്ത്രി പറഞ്ഞു. മേഖലാ വാക്സിൻ സ്റ്റോറേജ് കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് വാക്സിൻ വിതരണം ചെയ്തു. ശനിയാഴ്ചയാണ് വാക്സിൻ കുത്തിവയ്പ്. സംസ്ഥാനത്ത് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. ആദ്യം ആരോഗ്യപ്രവർത്തകർക്ക് വാക്സിൻ നൽകും. ശേഷം മുൻഗണനാ പട്ടികയിലുള്ളവർക്കും. വാക്സിൻ സ്വീകരിക്കുന്ന ചിലർക്ക് ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഭയപ്പെടേണ്ടതില്ല എന്നും ആരോഗ്യമന്ത്രി. വളരെ കുറഞ്ഞ സൈഡ് എഫക്ട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് സൈഡ് എഫക്ട് ഉണ്ടാകുന്ന ഒരു വാക്സിനാണ് കോവിഷീൽഡ് എന്നാണ് അതിന്റെ ട്രയലിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ്. പിന്നെ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ആണ് ഉണ്ടാകാൻ വഴിയുള്ളത് എന്ന് ചോദിക്കുമ്പോഴും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം ചെറിയ രീതിയിലുള്ള അലർജിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന അപൂർവമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളാണ്. വളരെ അപൂർവമാണ്. ആദ്യ ഡോസ് സ്വീകരിച്ചവർക്ക് 28 ദിവസം കഴിഞ്ഞുള്ള രണ്ടാം ഡോസും നിർബന്ധമാണ്. സംസ്ഥാനത്ത് 3 മേഖലാ വാക്സിൻ സ്റ്റോറേജുകളിൽ നിന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്കുള്ള വിതരണവും പൂർത്തിയായി. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബോധവൽക്കരണത്തിനായാണ് വാക്സിൻ എടുക്കാം സുരക്ഷിതരാകാം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധിയും മറ്റ് ആരോഗ്യ വിദഗ്ധരും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാദ കൃഷി നിയമം പരിശോധിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയിലെ ഒരംഗം പിന്മാറി. ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് കൂടിയായ ഭൂപീന്ദർ സിംഗ് മൻ ആണ് പിന്മാറിയത്. കർഷകരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് പിന്മാറ്റം. സമിതിയിൽ ഭൂപീന്ദർ സിംഗിനെ ഉൾപ്പെടുത്തിയതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഭൂപീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘടന കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. കോൺഗ്രസിൽ പൊതുമാനദണ്ഡത്തിന് വിരുദ്ധമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയാൽ പരസ്യമായി പ്രതിഷേധിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ്. 3-ലേറെ തവണ മത്സരിച്ചവർ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ സ്വാഗതം ചെയ്യും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾക്ക് മാത്രമേ ഇളവ് പാടുള്ളൂ. അത് ലംഘിച്ചാൽ പരസ്യമായി പ്രതികരിക്കുമെന്നും CP മുഹമ്മദ് പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെട്ടാൽ പട്ടാമ്പിയിൽ മത്സരിക്കുമെന്നും CP മുഹമ്മദ് പറഞ്ഞു. മത്സരിക്കേണ്ടെന്ന് പറയാൻ അധികാരവും പാർട്ടിക്കാണ്, മത്സരിക്കണം എന്ന് പറയാനും അധികാരവും പാർട്ടിക്കാണ്. പക്ഷെ പാർട്ടി അതൊരു വിവേചനാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് യോജിക്കാത്തതാണെങ്കിൽ ഞാൻ എൻ്റെ പ്രതിഷേധം പാർട്ടി അറിയിക്കും. 3 തവണ മത്സരിച്ചവരായാലും ശരി, 4 തവണ മത്സരിച്ചവരായാലും ശരി, അല്ലെങ്കിൽ 4 തവണ മത്സരിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചാലും ശരി, എനിക്ക് സമ്മതമാണ്. അത് ഉമ്മൻചാണ്ടിക്കും അതുപോലെ രമേശ് ചെന്നിത്തലക്കും മാത്രമേ ബാധകമാക്കാൻ പാടുള്ളൂ. അതിൻ്റെ താഴെ ആർക്കെങ്കിലും ഈ നിയമം തെറ്റിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും കൊടുക്കണം. അതില്ലെങ്കിൽ അനീതിയാണ്. മത്സരിച്ചിട്ടില്ലെങ്കിലും അനീതിയെ ഞാൻ പരസ്യമായി ചോദ്യം ചെയ്യും. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലം അളക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. തുരുത്തിയിൽ യുവാവ് ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. പ്രതിഷേധിച്ച സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കണ്ണൂർ വേളാപുരം പാപ്പിനിശ്ശേരി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഭൂമി അളക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് പ്രതിഷേധമുണ്ടായത്.
ഉദ്യോഗസ്ഥർ തുരുത്തിയിലെ വീട്ടിലെത്തിയപ്പോൾ രാഹുൽ കൃഷ്ണ എന്ന യുവാവ് ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. പ്രതിഷേധിച്ച സമരസമിതി നേതാവ് നിഷിൽ കുമാർ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സമ്മതം നൽകിയവരുടെ ഭൂമി മാത്രമേ അളക്കുന്നുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ പിന്നീട് ഉറപ്പു നൽകി. ഇതിനിടയിൽ ഇവിടെ പ്രദേശവാസികളിൽ പലരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭൂമി ഇതുവരെ അളന്നിട്ടില്ല, അളന്ന് സർവേ ചെയ്ത് പൈസ തരണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസെന്റ് തന്നിരിക്കുന്ന എല്ലാ വീട്ടുകാരുടെയും അല്ലാതെയുള്ള എല്ലാ വേക്കൻറ്റ് ലാൻഡും അളക്കാനുള്ള സർവേ നടപടികളാണ് നടന്നു വരുന്നത്. 500 മീറ്റർ അലൈൻമെന്റിൽ അശാസ്ത്രീയമായ 4 വളവുകൾ കാരണമാണ് 29 പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് സമരസമിതി ആരോപിക്കുന്നു. ഈ 150ഓളം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 29ഓളം പട്ടികജാതി കുടുംബങ്ങളെ തീർത്തും ഇല്ലാതാക്കിക്കൊണ്ട് കേവലം 500 മീറ്ററിനിടയിൽ തുരുത്തി പട്ടികജാതി കോളനിയിലെത്തുമ്പോൾ തീർത്തും 500 മീറ്ററിനിടയിൽ 4 ബെൻഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ബെൻഡ് നിവർത്തി കഴിഞ്ഞാൽ ഈ പട്ടികജാതി കുടുംബങ്ങൾ തികച്ചും ഇതിൽ നിന്ന് ഒഴിവായി പോകും. 6.5 ഹെക്ടർ സ്ഥലമാണ് ദേശീയപാത വികസനത്തിന് നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിനായി തുരുത്തിയിൽ അളക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാനയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ക്രിസ്മസ് ട്രീയിൽ ആരും അറിയാതെ കൂടൊരുക്കി മുട്ടയിട്ട് വിരിഞ്ഞ ഇരട്ടത്തലച്ചി പക്ഷിക്കുഞ്ഞുങ്ങളെ കാണാം. മുല്ലശ്ശേരി എടക്കളത്തൂർ ഷാഫിയും കുടുംബവും ക്രിസ്മസിനായി ഒരുക്കിയ ട്രീയുടെ മുകളിലാണ് കിളികൾ കൂടൊരുക്കി മുട്ടയിട്ട് വിരിയിച്ചത്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ബുൾബുൾ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് ഇരട്ടത്തലച്ചി. നാട്ടിൻപുറങ്ങളിൽ വീട്ടുവളപ്പുകളിലും ചെറിയ കുറ്റിക്കാടുകളിലുമൊക്കെ സാധാരണയായി കണ്ടുവരുന്ന കായ്കനികൾ ഭക്ഷിച്ചു വളരുന്ന ഇടത്തരം കിളികളാണ് ഇവ. മുല്ലശ്ശേരി താണവീഥി ഹൈസ്കൂൾ റോഡിലുള്ള എടക്കളത്തൂർ ഷാഫിയുടെ വീട്ടുവരാന്തയിൽ സ്ഥാപിച്ച പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീയിലാണ് ഇരട്ടത്തലച്ചി കൂടൊരുക്കി മുട്ട വിരിയിച്ചത്. ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞ് ട്രീ എടുത്തു മാറ്റാൻ ഒരുങ്ങിയപ്പോഴാണ് കിളിക്കൂടും 2 കുഞ്ഞുങ്ങളും ശ്രദ്ധയിൽപ്പെട്ടത്. മുട്ട വിരിഞ്ഞ് കിളിക്കുഞ്ഞുങ്ങൾ സ്വയം പറന്നു പോകുന്നത് കാണാൻ ട്രീ അവിടെ തന്നെ വെച്ച് കാത്തിരിക്കുകയാണ് ഷാഫിയും കുടുംബവും. മക്കളായ ഫെബിനും ഫെമിക്കുമാണ് കൂടിന്റെ സംരക്ഷണ ചുമതല. ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പ്രജനനകാലം. ഈ കാലത്ത് ഇവയെ വീടിന്റെ പരിസരങ്ങളിൽ കാണാറുണ്ടെന്ന് ഇവർ പറയുന്നു. ഇത് കിളികൾ ഇങ്ങനെ സ്ഥിരം കാണാറുണ്ട്. ഇവിടെ എല്ലാ വർഷവും ക്രിസ്മസിന്റെ സമയത്ത് അങ്ങനെ വരാറുണ്ട്. നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഇത്തവണ ട്രീ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോഴും സൗണ്ട് കേൾക്കും. എവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പറയണം കിളികള് വിരിഞ്ഞിരിക്കുന്നു, 2 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുന്നു. വളരെ അഭിമാനം തോന്നി കണ്ടപ്പോൾ. അപ്പോൾ ഇനി എന്തായാലും ഇവര് സ്വയം പറന്നു പോകുന്നത് വരെ ഞങ്ങൾ ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടും ഇത് വെയിറ്റ് ചെയ്യാനും സ്വയമായിട്ട് പറന്ന് കുഞ്ഞുങ്ങൾ പറന്നു പോയതിനു ശേഷം ഞങ്ങൾ ഈ ട്രീ എടുത്തിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നുള്ളവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. വളരെ സന്തോഷം. കിളിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനായി അമ്മക്കിളിയും ഇടയ്ക്കിടെ കൂട്ടിലെത്താറുണ്ട്. ചെറിയ പഴങ്ങൾ, പുഴുക്കൾ, എട്ടുകാലികൾ, പാറ്റകൾ തുടങ്ങിയവയാണ് പ്രധാന ആഹാരം. ക്രിസ്മസിന് വീട്ടിൽ വിരുന്നെത്തിയ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയൊരുക്കി ആരോഗ്യത്തോടെ യാത്രയയക്കാനുള്ള ശ്രമത്തിലാണ് ഷാഫിയും കുടുംബവും. രാജു ഗുരുവായൂർ, ന്യൂസ് 18.